നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണല്ലോ കഠിനാകുളം ആതിര. ആദ്യം തന്നെ സോഷ്യൽ മീഡിയ ഒരേ സമയം ഗുണവും അതുപോലെ തന്നെ ദോഷവും ഉള്ള ഒരു കാര്യമാണ്. അത് വളരെയധികം ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ തന്നെ അത് ബാധിക്കും എന്നതിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് തിരുവനന്തപുരം കഠിനാകുളത്തെ ആതിര. ആദ്യം തന്നെ ആതിരയുടെ ഭർത്താവ് രാജീവ് ഒരു ക്ഷേത്രത്തിലെ പോറ്റിയാണ്, പൂജാരിയാണ്. അവർക്ക് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനുമുണ്ട്. അങ്ങനെ ഇരിക്കെ ആതിര ജോൺസൺ ഔസേപ്പ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയുമായി സൗഹൃദത്തിലാവുന്നു. ഈ ഒരു സൗഹൃദം പതിയെ പ്രണയത്തിലേക്ക് പിന്നീട് ശാരീരിക ബന്ധത്തിലേക്കൊക്കെ വഴിമാറുന്നു. അങ്ങനെ ഏകദേശം 1 വർഷത്തോളം ഇവരുടെ ബന്ധം അതുപോലെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവുകയാണ്. അങ്ങനെ ഇരിക്കെ ഏകദേശം 1.5 ലക്ഷം രൂപയോളം ആതിര ഈ പറഞ്ഞ ജോൺസൺ ഔസേപ്പിന് കടമായി കൊടുക്കുകയാണ്. അങ്ങനെ ഇവരുടെ ഈ ഒരു ശാരീരിക ബന്ധവും പണമിടപാടുകളും ഇങ്ങനെ പോകുന്ന സമയത്ത് ആതിരയ്ക്ക് തന്നെ അതൊരു വിനയായി വരും എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടായ സമയത്ത് ആതിര തന്റെ ഭർത്താവിനോട് ഈ ഒരു കാര്യം പറയുകയാണ്. അതായത് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഒരു വ്യക്തി ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തനിക്ക് മോശമായ മെസ്സേജുകൾ അയക്കുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ ഇവർ തമ്മിലുള്ള ആ ഒരു സെക്ഷൽ റിലേഷനോ അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഒരു സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് ഒന്നും തന്നെ ഈ പോറ്റിയോട് പറയുന്നില്ല. അങ്ങനെയൊക്കെ ഈ പോറ്റി പറയുകയാണ്, നമുക്ക് ഈ ഒരു വ്യക്തി അത്രയധികം ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാം എന്ന് പറയുന്നു. പക്ഷെ ആതിര പറയുകയാണ്, ആതിര ഈ സാമ്പത്തിക ഇടപാടുകൾ അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഈ ഒരു ശാരീരിക ബന്ധങ്ങൾ അതൊന്നും പറയുന്നില്ല. അതായത് ഒരു വ്യക്തി തന്നെ തനിക്ക് മോശമായ മെസ്സേജുകൾ അയക്കുന്നു, ശല്യപ്പെടുത്തുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അങ്ങനെ ആതിര പറയുകയാണ്, അങ്ങനെ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പിന്നെ ഒരു നിമിഷം പോലും പിന്നെ ജീവിച്ചിരിക്കില്ല, ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് രാജീവിനെ ഭീഷണിപ്പെടുത്തുകയാണ്. അങ്ങനെ പ്രതിസന്ധി ഘട്ടത്തിലാവുന്ന രാജീവ് തന്റെ സുഹൃത്തിനോട് ഈ ഒരു കാര്യം പറയുകയാണ്. കാരണം തന്റെ ഭാര്യയെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വ്യക്തി ഇത്തരത്തിൽ മോശമായ മെസ്സേജുകൾ അയക്കുകയും ശല്യം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു വ്യക്തി രാജീവിനോട് പറയുകയാണ് ഒരു ഹിഡൻ ക്യാമറ വെക്കാനായി ആവശ്യപ്പെടുന്നു. പക്ഷേ രാജീവിന് തന്റെ ഭാര്യ അത്രത്തോളം ഇഷ്ടമുള്ളത് കൊണ്ടും തന്റെ ഭാര്യ അത്രത്തോളം വിശ്വാസമുള്ളത് കൊണ്ടും രാജീവ് അത്തരത്തിലുള്ള യാതൊരു കാര്യവും ചെയ്യുന്നില്ല. പക്ഷേ രാജീവ് ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്, ആതിര ഈ തുടരെയുള്ള ആതിരയുടെ ഈ ഒരു സോഷ്യൽ മീഡിയയിലുള്ള ഒരുപാട് ആക്റ്റീവ്നെസ് അത് ആതിരയ്ക്ക് തന്നെ ഒരു വെല്ലുവിളിയായി വരും എന്ന കാര്യം രാജീവ് ഇടയ്ക്കിടെ ആതിരയെ ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. കാരണം രാജീവ് ക്ഷേത്രത്തിൽ നിന്ന് പൂജ കഴിഞ്ഞ് വരുന്ന സമയത്തെല്ലാം ആതിര ഇത്തരത്തിൽ മുഴുവൻ സമയം ഫോണിൽ അഡിക്റ്റ് ആയ രീതിയിലായിരുന്നു ഏത് സമയം ഉണ്ടായിരുന്നത്. എപ്പോഴും തലയും താഴ്ത്തിയിരുന്ന ആ ഒരു ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് തവണ വോൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ രാജീവ്. കാരണം ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലുള്ള ഈ ഒരുപാടായിട്ടുള്ള ഓവറായിട്ടുള്ള ഒരു ആക്റ്റീവ്നെസ് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു ബാധിക്കും, അതുകൊണ്ട് സൂക്ഷിക്കുക എന്നുള്ളൊരു വോൺ മെസ്സേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആതിരയ്ക്ക്. പക്ഷെ ആതിര അതൊന്നും വകവെച്ചില്ല. അങ്ങനെ ഈ ഒരു ജോൺസൺ ഔസേപ്പ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഒരു വീട്ടിലെ ഹോം നേഴ്സായിട്ട് ജോലി ചെയ്യുകയാണ്. അങ്ങനെ ഇരിക്കെ പെട്ടെന്നൊരു ദിവസം ഇത്തരത്തിൽ ആതിരയുടെ വീട്ടിലേക്ക് ഈ ജോൺസൺ ഔസേപ്പ് വരികയാണ്. അതായത് ആദ്യം ഭർത്താവ് രാവിലെ 5 മണിക്ക് ക്ഷേത്രത്തിലേക്ക് പോകുന്നു. കുട്ടിയെ അതുപോലെ തന്നെ സ്കൂൾ ബസ്സിൽ കയറ്റി വിട്ടതിന് ശേഷം ആതിര അറിയാതെയോ അല്ലെങ്കിൽ അറിഞ്ഞിട്ടോ മനഃപൂർവ്വം ഇവരുടെ വീട്ടിലേക്ക് ആതിരയുടെ വീടിനകത്തേക്ക് ഈ വ്യക്തി പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസമായി ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നതിന്റെ കഴിഞ്ഞ 2 ദിവസത്തോളം മറ്റൊരു ലോഡ്ജിൽ താമസിക്കുകയായിരുന്നു ഈ ഒരു ജോൺസൺ ഔസേപ്പ്. അതിനു മുൻപ് ഒരുപാട് തവണ ഈ പറഞ്ഞ ആതിരയുടെ വീട്ടിലേക്ക് ഈ വ്യക്തി വന്നിട്ടുണ്ട്. ഇവരുടെ വീടെന്ന് പറയുന്നത് ഒരു ക്വാർട്ടേഴ്സ് പോലുള്ള ഒരു സ്ഥലമാണ്. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ്, നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ആതിരയുടെ ഭർത്താവ് രാജീവ് ജോലി ചെയ്യുന്ന ആ ഒരു ക്ഷേത്രവും. അങ്ങനെ ഈ ഒരു വീട്ടിലേക്ക് പ്രവേശിക്കുന്ന രാജീവ് ആദ്യം തന്നെ ആതിരയോട് ചായ എടുക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. അങ്ങനെ ചായ എടുക്കാനായിട്ട് അടുക്കളയിലേക്ക് പോയ ആ ഒരു തക്കം നോക്കി ഇവരുടെ ബെഡ്റൂമിലെ ആ ഒരു ബെഡിൻ അടിയിലേക്ക് കത്തി വെക്കുകയാണ്. കത്തി വെച്ചതിന് ശേഷം ഈ ഒരു ചായയെല്ലാം കുടിച്ചതിന് ശേഷം അവർ തമ്മിലുള്ള ഒരു സെക്ഷൽ റിലേഷൻ നടക്കുന്നു. ഇതിനിടയ്ക്കാണ് ഈ പറഞ്ഞ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്താണ് ആതിരയെ ഈ ജോൺസൺ ഔസേപ്പ് കഴുത്തറുത്ത് കൊല്ലുന്നത്. കഴുത്തറുത്ത് വളരെയധികം പൈശാചികമായൊരു രീതിയിലാണ് കൊല്ലുന്നത്. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ വളരെയധികം ഒരു ഞെട്ടൽ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിപ്പോൾ ആദ്യത്തെ ഇൻസിഡന്റ് ഒന്നുമല്ല. ഞാൻ ഈ ഒരു വിഷയത്തിൽ 1% പോലും ഞാൻ ആതിരയെ ന്യായീകരിച്ച് സംസാരിക്കില്ല. കാരണം അതിൻ്റെ യാതൊരു വിധത്തിലുള്ള ആവശ്യവുമില്ല. അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കഴുത്തറുത്ത് കൊന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ മരണപ്പെട്ട ഒരു വ്യക്തിയാണ് എന്നുള്ള യാതൊരു വിധത്തിലുള്ള ദയാദാക്ഷിണ്യവും ഞാൻ ഈ ഒരു കേസിൽ ആതിരയ്ക്ക് വേണ്ടി പറയില്ല. കാരണം ആതിര ചെയ്തിരിക്കുന്നത് ഒരു വിശ്വാസവഞ്ചനയാണ്.
കാരണം ആതിരയ്ക്ക് ജോൺസൺ ഔസേപ്പ് എന്ന് പറയുന്ന ആ ഒരു വിവാഹിതയാണ്, ഒരു മകനുണ്ട്, 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനുണ്ട്. അങ്ങനെ ഇരിക്കെ ഈ ഭർത്താവും മകനും ഉള്ള സമയത്ത് തന്നെ മറ്റൊരു വ്യക്തിയുമായി റിലേഷനിൽ ഏർപ്പെടേണ്ട യാതൊരു വിധത്തിലുള്ള ആവശ്യവുമില്ല. ഏകദേശം 1.5 ലക്ഷം രൂപയോളം എന്നൊക്കെ പറയുമ്പോൾ അത് എത്രത്തോളം ഭീമമായ തുകയാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ അല്ലേ. ഈ പണമിടപാടുകളും സെക്ഷുവൽ റിലേഷനും ഇതൊക്കെ ഒന്നുകിൽ ആതിരയ്ക്ക് തൻ്റെ ഭർത്താവിനെയും മകനെയും വിട്ടുകൊണ്ട് നിയമപരമായി ആ ഒരു ബന്ധം വേർപെട്ട് ഡിവോഴ്സ് ആയതിനു ശേഷം ഈ ഒരു വ്യക്തിയുമായി തുടരുക. ഈ ഒരു വ്യക്തി മുൻപ് പലതവണ ആതിര തന്നെ വിട്ടുപോകും എന്നുള്ള ഒരു ഭയം കൊണ്ടാണ് കൊന്നത് എന്നുള്ളൊരു മൊഴി പറയുന്നുണ്ട്. അതിന് മുൻപ് തന്നെ ജോൺസൺ ഔസേപ്പ് പലതവണ ആതിരയെ കൂടെ ഇറങ്ങി വരാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. ആ സമയത്തൊന്നും ആതിര പോകുന്നുമില്ല. അതുകൊണ്ട് ആ ഒരു തന്നെ വിട്ടുപോകുമോ എന്നുള്ള ഒരു ഭയം കൊണ്ടാണ് ആതിരയെ കഴുത്തറുത്ത് കൊന്നു എന്നുള്ള ഒരു മൊഴിയാണ് ഈ ജോൺസൺ ഔസേപ്പ് പോലീസിന് നൽകിയിട്ടുള്ളത്. മാത്രമല്ല ഈ ഹോം നേഴ്സായി ജോൺസൺ ഔസേപ്പ് നിന്നിരുന്ന ആ ഒരു വീട്ടിൽ പിന്നീട് ജോൺസൺ ഈ വ്യക്തി എത്തുകയും ആ ഒരു വീട്ടുകാര് വളരെയധികം തന്ത്രപരമായി പോലീസിനെ കൈമാറുകയും ചെയ്യുകയാണ്. ആദ്യം തന്നെ വാർഡ് മെമ്പറിനെ ഇൻഫോം ചെയ്യുന്നു, പിന്നീട് അവര് പോലീസിനെ വിളിച്ചു വരുത്തുകയും അങ്ങനെയാണ് അറസ്റ്റ് ചെയ്യുന്നത്. വളരെയധികം തന്ത്രപരമായി ഈ ഒരു വ്യക്തിയെ കുടുക്കി ആ ഒരു വീട്ടുകാർക്ക് എത്രത്തോളം അഭിനന്ദനങ്ങൾ പറഞ്ഞാലും മതിയാവുകയില്ല, അതൊരു ഫാക്ട് തന്നെയാണ്. എന്നാൽ ആതിരയ്ക്ക് ഒന്നുകിൽ ഈ ഭർത്താവും മകനും ഇവരെ നിയമപരമായി ഡിവോഴ്സ് ചെയ്തുകൊണ്ട് ഈ ഒരു വ്യക്തിയുടെ കൂടെ പോകാമായിരുന്നു. അല്ലാതെ ഈ ഒരു ഭർത്താവും മകനും ഉള്ള സമയത്ത് തന്നെ മറ്റൊരു വ്യക്തിയുമായ റിലേഷനിൽ ഏർപ്പെടുന്നത് സാധാരണ നമ്മുടെ നാട്ടിലേക്ക് അതിന് അവിഹിതം എന്നുള്ളതാണ് പറയുന്നത്. അതിനൊരിക്കലും സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് ആ കുട്ടിയുടെ അവസ്ഥയും. അമ്മ ഒരു വ്യക്തിയുമായി അവിഹിതത്തിൽ ഏർപ്പെടുന്നു, അതേ വ്യക്തി തന്നെ അമ്മയെ കഴുത്തറുത്ത് കൊല്ലുന്നു. ഈ വാർത്തകളൊക്കെ കേട്ട് വളരുന്ന ആ കുഞ്ഞിന്റെ മാനസികാവസ്ഥ അത് വളരെയധികം ഒരിക്കലും നമുക്ക് താങ്ങാനാവാത്തൊരു കാര്യം തന്നെയാണ്. പക്ഷെ ആ അമ്മ ഒരു നിമിഷം പോലും ആ കുഞ്ഞിന്റെ മുഖം ആലോചിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. ഒരുപക്ഷെ ആ കുട്ടിയുടെ മുഖമെങ്കിലും ആലോചിച്ചിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള റിലേഷനുകളിലേക്ക് ഒരിക്കലും പോവില്ലായിരുന്നു. ഇപ്പൊ ആ കുഞ്ഞിനായിക്കോട്ടെ അമ്മ ഇല്ലാതായിരിക്കുന്നു. അമ്മ ഇല്ല എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ അത്രത്തോളം അത് എത്രത്തോളം മോശമാണ്, അല്ലെങ്കിൽ അത് എത്രത്തോളം നമ്മുടെ ജീവിതത്തെ ബാധിക്കും എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാകും എന്ന് വിശ്വസിക്കുന്നു. സത്യത്തിൽ മരണതുല്യം തന്നെയാണ്. അതുകൊണ്ട് ഇതുപോലെ ഒരുപാട് ആതിരമാർ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. ആ ആതിരമാരോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഭർത്താവും മക്കളും ഉണ്ടെങ്കിൽ അവരുമായി നല്ലൊരു ലൈഫ് കണ്ടിന്യൂ ചെയ്യുക. അത് സാധ്യമാകുന്നില്ല എന്ന് തോന്നുന്ന സമയത്ത് നിയമപരമായി വേർപിരിയും. നിങ്ങൾക്ക് ആരുടെ കൂടെയാണോ കംഫർട്ടബിൾ അവരുടെ കൂടെ പോവാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ ഒരു ഭർത്താവും മകനും അല്ലെങ്കിൽ മക്കളും ഉള്ളപ്പോഴും മറ്റൊരു വ്യക്തിയുമായി മറ്റൊരു ബന്ധത്തിലേക്ക് പോകുന്നതും അത് പിന്നീട് നിങ്ങളുടെ ജീവിതത്തെ തന്നെ ബാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. ഒരു വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീയോട് ഒരു അന്യപുരുഷൻ അപ്രോച്ച് ചെയ്യുന്നത് എന്തിനാണെന്നുള്ള അവരുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബോധമെങ്കിലും ഇനിയെങ്കിലും ഓരോരുത്തരും ഉണ്ടാക്കുക. ആ ഒരു ഉദ്ദേശം മനസ്സിലാവുന്ന സമയത്ത് ആ ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ചാറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ സംസാരം മോശമാകുന്നു അല്ലെങ്കിൽ ഒരു ലെവൽ കടക്കുന്നു എന്ന് തോന്നിയാൽ അവിടെ നോ എന്ന് പറയാനുള്ള ഗഡ്സ് ഓരോ സ്ത്രീകൾക്കും ഉണ്ടാവണം. നിങ്ങളുടെ ഭർത്താവും മക്കളുമായിരിക്കണം നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെ ആ ഒരു ഭർത്താവും മക്കളുമായി സാറ്റിസ്ഫൈഡ് അല്ലാത്ത ലൈഫിൽ ജീവിക്കുന്നവർക്ക് മറ്റാരുടെ കൂടെയാണോ കംഫർട്ടബിൾ അവരുടെ കൂടെ പോകാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത സമയത്ത് ഒരു ഭർത്താവും മക്കളും അല്ലെങ്കിൽ ഒരു ഫാമിലി ഉള്ള സമയത്തും അന്യപുരുഷനുമായി ഒരുപാട് റിലേഷനിൽ ഏർപ്പെടുകയും ആ ഒരു വ്യക്തി പണം ചോദിക്കുന്ന സമയത്തും അല്ലെങ്കിൽ പണം കൊടുക്കാത്ത സമയത്തും ഇനിയും ഇതുപോലുള്ള ഒരുപാട് ദാരുണമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് എനിക്ക് ഇനിയും ഇതുപോലെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് ആതിരമാർ ഉണ്ട്. അവരോട് പറയാനുള്ള കാര്യം ഒന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഭർത്താവുമായ ആ ഒരു ബന്ധം കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല, മറ്റൊരു വ്യക്തിയുമായാണ് നിങ്ങൾ കംഫർട്ടബിൾ എന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷനുമായി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ അല്ലാതെ അറ്റ് എ ടൈം തന്നെ മൾട്ടി റിലേഷനുമായി പോവുകയാണെങ്കിൽ തീർച്ചയായും അത് നിങ്ങളുടെ ജീവിതത്തെ വലിയ രീതിയിൽ ബാധിക്കും എന്ന കാര്യം ഇനിയെങ്കിലും മനസ്സിലാക്കുക.